അങ്ങനെ അതിനു മുമ്പ് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്ന ഏത് നിലയ്ക്കും നല്ലതാണ്. മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തരം ഭരിച്ചാലേ ഭരികയുള്ളൂ എന്ന് വിചാരിച്ചാൽ തെറ്റാണ്. മറ്റു വകുപ്പുകളുടെ കാര്യത്തിലും മുഖ്യമന്ത്രിക്ക് ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിൻ്റെ കണ്ണ് എല്ലായിടത്തും എത്തണം. പൊതുഭരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഭരിക്കുന്ന വകുപ്പുകളിൽ മാത്രം പോരാ. ഈ ലീഗിനും കേരള കോൺഗ്രസിനും മറ്റ് പാർട്ടികൾക്കുമൊക്കെ തീരെഴുതി കൊടുക്കുന്ന വകുപ്പുകൾ അവരുടെ സാമ്രാജ്യങ്ങളായി മാറാതെ, അവിടെ വലിയ അഴിമതി നടക്കാതെ, അവിടെ ചില പ്രത്യേക സമുദായക്കാർ അട്ടിപ്പറായി കിടക്കാതെ ഈ മൊത്തം കാര്യങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഒരു കണ്ണെത്തണം. അതിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ എത്തണം. അദ്ദേഹം തിരുത്തൽ നടപടികൾ സ്വീകരിക്കാനുള്ള രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും തൻ്റെ ഇടവും കാണിക്കണം. ഈ രണ്ട് കാര്യത്തെക്കുറിച്ച് എനിക്ക് സതീശനെ സംബന്ധിച്ച് ഒരു സംശയമില്ല. രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഉണ്ട്, തൻ്റെ ഇടമുണ്ട്. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയാനും അദ്ദേഹത്തിന് സാധിക്കും. അപ്പോൾ ആ ഒരു കഴിവ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം പുറത്തെടുക്കുമെന്നും ഈ ഘടകകക്ഷികൾ അധികം അതിക്രമങ്ങൾ നടത്താതെ ശ്രദ്ധിക്കും എന്നുമാണ് എൻ്റെ വിശ്വാസം. പിന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഇനിയിപ്പോൾ നിരന്തര സമരത്തിലായിരിക്കും. SFIക്കാർ DYFIക്കാർക്ക് ഇപ്പോൾ തുടങ്ങിയിട്ട് കഴിഞ്ഞ 10 കൊല്ലം കണ്ട SFIയോ DYFIയോ ആയിരിക്കില്ല. ഇനി അങ്ങോട്ട് സമരങ്ങളുടെ ദിവസമായിരിക്കും.